ഇന്നത്തെ സുഭാഷിതത്തിലെ നായകൻ നമ്മുടെ പഴയ ലീഡറാണ് കെ കരുണാകരൻ. തൃശ്ശൂരിലെ ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗിക്കുമ്പോഴേക്കും അദ്ദേഹം ഒരു സ്പ്രിങ് പോലെ ഇങ്ങനെ പൊങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ സുമാർ അഴീക്കോടിനും കരുണാകരനും മാത്രമുള്ള ഒരു സവിശേഷതയായിരുന്നു. കെ കരുണാകരൻ ഇങ്ങനെ പൊങ്ങും, മറ്റേ അദ്ദേഹം ഇങ്ങനെ പൊങ്ങും. രണ്ടുപേരും പൊങ്ങിക്കുമ്പോഴാണ് അവർക്ക് ഹിമാലയം പോലുള്ള ചിന്തകൾ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ സദസ്സിലിരുന്ന ഒരാൾ വിമർശിച്ചു. കടുത്തൊരു രാഷ്ട്രീയ വിമർശനം തന്നെ ഉന്നയിച്ചു. അദ്ദേഹത്തിനെ അലോസരപ്പെടുന്ന രീതിയിലുള്ള നിശ്ചിതമായൊരു ചോദ്യമാണ് ഈ സദസ്സിലിരുന്ന ആൾ ചോദിച്ചത്. അത് കേട്ട് കുറച്ചു നേരം പരിസരം നിശബ്ദമായി. കെ കരുണാകരനോടാണ് ഈ ഡയലോഗ് അടിച്ചിരിക്കുന്നത്. മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ ആളുകൾ മൗനത്തിലായി. എന്തും സംഭവിക്കാം. സാധാരണയായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേതാക്കൾ പെട്ടെന്ന് കലികയറി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ദേഷ്യപ്പെടും. പ്രത്യേകിച്ച് കരുണാകരനെ എന്താടോ ഇയാൾക്ക് പ്രശ്നം എന്നതാണ് ചോദിക്കുമോ എന്നൊക്കെ ആളുകൾ ഭയന്നിരിക്കുമ്പോൾ കരുണാകരൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആ വ്യക്തിയെ നോക്കി പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളുടെ അഭിപ്രായത്തിന് നല്ല നന്ദിയുണ്ട്. നല്ല ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഇത്രയും നല്ലൊരു ചോദ്യം ചോദിച്ചത് എന്തായാലും നന്നായി, അഭിനന്ദനങ്ങൾ. കരുണാകരൻ്റെ ഈ മറുപടി കേട്ട് സദസ്സിൽ വല്ലാതെ ചിരി പടർന്നു. വിമർശനം ഉന്നയിച്ച വ്യക്തി പോലും ചിരിച്ചുകൊണ്ട് തലകുനിച്ചു പോയി. പിന്നീട് കരുണാകരൻ വളരെ ശാന്തമായി ഇയാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ആ വിമർശനത്തിന് മറുപടിയും നൽകി. തമാശകൾ ആസ്വദിക്കാനും ആവശ്യമുള്ളപ്പോൾ നർമ്മം ഉപയോഗിച്ച് സംഘർഷത്തെ ലഘൂകരിക്കാനും നമുക്കറിയണം. കരുണാകരൻ അങ്ങനെ അസാധാരണമായ കഴിവുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഗൗരവമുള്ള വിഷയങ്ങളെപ്പോലും വളരെ ലാഘവത്തോടെ സമീപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മിക്കപ്പോഴും പ്രശംസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാഹചര്യങ്ങളെ ധർമ്മത്തോടെ നേരിടുന്നത് മാനസികമായ പിരിമുറുക്കം കുറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ഒരു സൗഹൃദ അന്തരീക്ഷം പെട്ടെന്ന് ഉണ്ടാകുകയും ചെയ്യും. ഞാനൊരിക്കൽ കെ കരുണാകരനോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളൊക്കെ കുറഞ്ഞ് ആളുകളൊക്കെ കുറഞ്ഞ് അദ്ദേഹത്തെ സന്ദർശിക്കാനൊക്കെ ആളുകൾ എണ്ണം കുറയുമ്പോൾ അന്നായിരുന്നു ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചത്. ഒരുപാട് നേരം കിട്ടും നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ. നേതാക്കന്മാരുടെ തള്ളിക്കയറ്റമില്ല. കാര്യം അധികാരമുള്ളവരുടെ തള്ളിക്കയറുന്ന നേതാക്കന്മാരുടെ എണ്ണം കേരളത്തിൽ കൂടുതലായതുകൊണ്ട് അധികാരമില്ലാത്ത കെ കരുണാകരന് ചുറ്റും ആളുകൾ കുറഞ്ഞ സമയമായിരുന്നു അത്. ഞാൻ ചോദിച്ചു, അതായത് എനിക്ക് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നഗരൂർ കുമ്മിൾ, കിളിമാനൂർ അടുത്തുള്ള നഗരൂർ കുമ്മിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നക്സലൈറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പോറ്റിയെ ഒരു തൂണിൽ കെട്ടിയിട്ട് നക്സലൈറ്റുകൾ കൊലപ്പെടുത്തിയിരുന്നു. മാത്രമല്ല അയാളുടെ തലയറത്ത് 1 കിലോമീറ്റർ ദൂരെ കൊണ്ട് ഒരു അടുപ്പ് കൂട്ടി വെച്ച് അവിടെ കൊണ്ടുവച്ചു. ഞാനൊരിക്കലും ആ വീട്ടിൽ പോയി. ഇപ്പോഴും ആ വീട് ഒരു പൊന്നാവരം കോട്ട പോലെ ഇങ്ങനെ കിടക്കാൻ ഒരു ഭാർഗവീന്ദ്രനെ കണ്ടാൽ തോന്നും നമുക്ക്. വല്ലാത്ത നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ആ വീട്ടിൽ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ പോറ്റിയെ കെട്ടിയിട്ട തൂണിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം നിന്നു. നക്സലൈറ്റ് ആക്രമണത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് അതിന് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ലീഡറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ നഗരൂർ കുമ്മിളിലെ കൊലപാതകം കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നക്സലൈറ്റ്സുകാരോടൊക്കെ അങ്ങ് വളരെ നിശ്ചിതമായ നിലപാടെടുക്കണമായിരുന്നു, അവരെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനൊക്കെ അത് കാരണമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് വെച്ചിരിച്ചു, അതിനെന്താ ഇപ്പോൾ തൻ്റെ കഴുത്തെ തലയുണ്ട് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ നക്സലൈറ്റ് ആക്രമണത്തെ അങ്ങനെ നേരിടാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ SKN എന്ന മാധ്യമപ്രവർത്തകൻ്റെ കഴുത്തെ തല കാണത്തില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞതും. അപ്പോൾ അത് ഏറ്റവും സീരിയസ് ആയ ഒരു വിഷയത്തെ പോലും ധർമ്മത്തിൽ അവതരിപ്പിക്കുന്ന ആളായിരുന്നു കെ കരുണാകരൻ. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ ഏറ്റവും ടെൻഷൻ നിറഞ്ഞ നിമിഷങ്ങളിൽ നമുക്ക് ചില തമാശകളും ഭരിതങ്ങളും ഒക്കെ പൊഴിക്കാൻ പറ്റുകയാണെങ്കിൽ അന്തരീക്ഷം പെട്ടെന്ന് അയയും. മാത്രമല്ല ആ സാഹചര്യം പെട്ടെന്ന് ഒരു സൗഹൃദത്തിൽ ആകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ശ്രമിക്കുക. മാത്രമല്ല ഫലിതത്തെ അത് അറിയിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കാണുകയും വേണം. ചില ആൾക്കാർക്ക് ഫലിതം പറഞ്ഞാൽ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകും. നമ്മുടെയൊക്കെ കാര്യം പോക്കാമെങ്കിൽ പിന്നെ